Hello everyone. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ലീനിയർ ഇൻഡിപെൻഡൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡെഫിനിഷൻ: ഇഫ് f1 ഈക്വൽ ടു f1 ഓഫ് എക്സ്, f2 ഈക്വൽ ടു f2 ഓഫ് എക്സ്, fn ഈക്വൽ ടു fn ഓഫ് എക്സ് ആർ ഫംഗ്ഷൻസ് ദാറ്റ് ആർ n-1 ടൈംസ് ഡിഫറൻഷ്യബിൾ ഓൺ ദി ഇൻ്റർവെൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ദെൻ ദി ഡിറ്റർമിനൻറ്റ്. അതായത് f1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ f1 ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ഈ f1 ഓഫ് എക്സ് n-1 ടൈംസ് ഡിഫറൻഷ്യബിൾ ആണെന്നാണ് പറഞ്ഞത്. അതായത് f1, f1 ഡാഷ്, f2 ഡാഷ്, f3 ഡാഷ് എക്സെട്ര fn-1 ഓഫ് എക്സ്, അതായത് n-1th ഡെറിവേറ്റീവ് ഓഫ് fn. അങ്ങനെ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവാണ്. ഓരോ ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻ്റർവെല്ലിൽ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് w of f1, f2 etc. fn equal to determinant of f1 of x, f2 of x etc. fn of x. പിന്നെ അതിൻ്റെ അടുത്ത റോല് നമ്മൾ എഴുതുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് f1 ഡാഷ് ഓഫ് എക്സ്, f2 ഡാഷ് ഓഫ് എക്സ് എക്സെട്ര fn ഡാഷ് ഓഫ് എക്സ് എക്സെട്ര f1 n-1 ഓഫ് എക്സ്, f2 n-1 ഓഫ് എക്സ് എക്സെട്ര fn n-1 ഓഫ് എക്സ് ഈസ് കോൾഡ് ദി റോൺസ്കിൻ ഓഫ് f1, f2 എക്സെട്ര fn. അപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ട് അതിൻ്റെ റോൺസ്കിൻ കണ്ടെത്താൻ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ റോൺസ്കിൻ കാണാം. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതുക? w ഓഫ് f1, f2 രണ്ട് ഫംഗ്ഷൻ്റെയാണ് നമുക്ക് റോൺസ്കിൻ കാണുന്നത്. ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് f1, f2 ഫസ്റ്റ് റോല് f1, f2 എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻസ് എഴുതുക. പിന്നെ എന്ത് ചെയ്യുക? സെക്കൻഡ് റോല് f1 ഡാഷ്, f2 ഡാഷ് അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? f1, f2 പിന്നെ അതിൻ്റെ f1 ഡാഷ്, f2 ഡാഷ് പറഞ്ഞതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. അതിനാണ് നമ്മൾ റോൺസ്കിൻ ഓഫ് f1, f2 എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് തിയർ ആണ് പറയുന്നത്. ഇഫ് ദി ഫംഗ്ഷൻസ് f1 ഈക്വൽ ടു f1 ഓഫ് എക്സ്, f2 ഈക്വൽ ടു f2 ഓഫ് എക്സ് എക്സെട്ര fn ഈക്വൽ ടു fn ഓഫ് എക്സ് ഹാവ് n-1 കണ്ടിന്യൂസ് ഡെറിവേറ്റീവ്സ് ഓൺ ദി ഇൻ്റർവെൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, and if the Wronskian of this function is not identically 0 on -infinity to infinity, then these functions form a linearly independent set of vectors in Cn-1 -infinity to infinity. The vector space of functions with n-1 continuous derivatives on -infinity to infinity. തിയർ എന്താ പറയുന്നത് വെച്ചാൽ f1, f2, f3 എക്സെട്ര fn എന്ന് പറഞ്ഞൊരു ഫങ്ഷൻസ് ഉണ്ട്, n ഫങ്ഷൻസ് ഉണ്ട്. അതെന്തായിരിക്കും? n-1 കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ആയിരിക്കും. ഓൺ ദി ഇൻ്റർവെൽ എവിടെയാണ്? -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻ്റർവെല്ലിൽ n-1 കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ റോൺസ്കിൻ. ഇപ്പോൾ നമ്മൾ രണ്ട് ഫംഗ്ഷനാണ് എടുക്കുന്നത് വിചാരിക്കാം. f1, f2 എന്ന് പറഞ്ഞതിൻ്റെ റോൺസ്കിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റോൺസ്കിൻ ഓഫ് f1, f2 ഈക്വൽ ടു f1, f2, f1 ഡാഷ്, f2 ഡാഷ് ഡിറ്റർമിനൻറ്റ്. അതാണ് നമ്മുടെ റോൺസ്കിൻ. ഇതെന്താണ്? നോട്ട് ഐഡൻറ്റിക്കലി സീറോ. നോട്ട് ഐഡൻറ്റിക്കലി സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഫംഗ്ഷൻ്റെയും റോൺസ്കിൻ നോട്ട് ഈക്വൽ ടു സീറോ. റോൺസ്കിൻ ഓഫ് f1, f2 ഈസ് നോട്ട് ഈക്വൽ ടു സീറോ. അതായത് നമുക്ക് ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടെത്താം. ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോൺ സീറോ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ഫംഗ്ഷനും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു രണ്ട് ഫംഗ്ഷൻ തന്നിട്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് കണ്ടാൽ മതി? അതിൻ്റെ റോൺസ്കിൻ കണ്ടാൽ മതി. റോൺസ്കിൻ നോൺ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. റോൺസ്കിൻ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അതാണ് ഈ തിയറത്തിൽ പറയുന്നത്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. സപ്പോസ് ദാറ്റ് ദി ഫംഗ്ഷൻസ് f1 ഈക്വൽ ടു f1 ഓഫ് എക്സ്, f2 ഈക്വൽ ടു f2 ഓഫ് എക്സ് എക്സെട്ര fn ഈക്വൽ ടു fn ഓഫ് എക്സ് ആർ എലമെൻറ്റ്സ് ഓഫ് ദി വെക്റ്റർ സ്പേസ് c⁻n-1 -infinity to infinity. The set of all functions with n-1 continuous derivative on -infinity to infinity. അതായത് c⁻n-1 -infinity to infinity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n-1th ഡെറിവേറ്റീവ് വരെ എക്സിസ്റ്റ് ചെയ്യും. അതായത് fn-1 ഡെറിവേറ്റീവ് വരെ എക്സിസ്റ്റ് ചെയ്യും. ആ ഡെറിവേറ്റീവ് ഇതെല്ലാം എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും ഓൺ ദി ഇൻ്റർവെൽ -infinity to infinity. അതാണ് Cn-1 -infinity to infinity എന്ന് പറഞ്ഞാൽ ആ ഒരു സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ,
അപ്പം Cn-1 മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു വെക്റ്റർ സ്പേസിലെ എലമെൻറ്റ്സ് ആണ് എന്ത് F1ഉം F2ഉം എക്സെട്ര Fn വരെ. ദെൻ നമ്മൾക്ക് ഇനിയിപ്പോൾ എന്താ കാണേണ്ടത്? റോൺസ്കിയൻ നോട്ട് ഐഡൻറ്റിക്കലി 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെടുക്കുക? നമുക്കിതിൻ്റെ റോൺസ്കിയൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ റോൺസ്കിയൻ നോട്ട് ഐഡൻറ്റിക്കലി 0 ആണെന്ന് നമ്മൾ എടുക്കുക. സപ്പോസ് ചെയ്യാം Wronskian of F1, F2, etc. Fn is not identically 0 on minus infinity to infinity. നമ്മൾ എന്ത് ചെയ്യണം? റോൺസ്കിയൻ ഈ ഫംഗ്ഷൻസിൻ്റെ ഒക്കെ റോൺസ്കിയൻ എടുക്കുകയാണ്. ആ റോൺസ്കിയൻ നോട്ട് ഐഡൻറ്റിക്കലി 0 ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്യാം. ദെൻ ഫോർ എനി സ്കേലാസ് അങ്ങനെയാണെങ്കിൽ, അതായത് ഐഡൻറ്റിക്കലി 0 അല്ലെങ്കിൽ, നോട്ട് ഐഡൻറ്റിക്കലി 0 അല്ല എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 0 ആണെന്നാണ് മീനിങ് അല്ലേ? നോട്ട് ഐഡൻറ്റിക്കലി 0 ആണെന്ന് പറഞ്ഞാൽ Wronskian of this function is not identically 0. Okay. അത് ഫോർ എനി നമ്മൾ റോൺസ്കിയൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ എന്തെടുത്തു? അത് ഐഡൻറ്റിക്കലി 0 അല്ല എന്നെടുത്തു. ഐഡൻറ്റിക്കലി 0 അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? റോൺസ്കിയൻ ഓഫ് F1, F2 എക്സെട്ര Fn എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 നമ്മൾ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുകയാണ് ഫോർ എനി സ്കേലാസ് K1, K2 എക്സെട്ര Kn let K1 into F1, K2 into F2, എക്സെട്ര Kn into Fn. അതായത് നമ്മൾ ഫങ്ഷൻസിനെ സ്കേലാർ ലീനിയർ കോമ്പിനേഷൻ ആക്കി, സ്കേലാറിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതുകയാണ്. അത് ഈക്വൽ ടു എന്താണെന്ന് എടുത്തു? 0 ആണെന്ന് എടുത്തു. ദെൻ ഫോർ ദീസ് സ്കേലാർസ് ദി ഫങ്ഷൻ K1 into F1 of x plus K2 into F2 of x plus Kn into Fn of x equal to 0 is satisfied for all x in minus infinity to infinity. ഏത് നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ ഏത് എക്സ് എടുത്താലും, ആ രണ്ട് ഇൻ്റർവെലിൻ്റെ ഇടയിൽ ഏതൊരു എക്സ് എടുത്താലും നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ദെൻ യൂസിങ് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ 1 together with those that result by differentiating n-1 times who obtain the linear system. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ലീനിയർ ഇക്വേഷൻ എടുത്തു, ഇതിനെ നമ്മൾ n-1 ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ F1, F2 എക്സെട്ര Fn എന്ന് പറഞ്ഞത് എന്താണ്? n-1 ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ് ആണ്. പിന്നെന്താണ്? ആ ഫങ്ഷൻസ് നമ്മൾ n-1 ഡെറിവേറ്റ് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ അങ്ങനെ എഴുതി K1 F1 of x പ്ലസ് K2 F2 of x പ്ലസ് എക്സെട്ര പ്ലസ് Kn Fn of x ഈക്വൽ ടു 0 എന്ന് എഴുതി. ഓക്കെ, ഇനി അതിനെ ഡെറിവേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? K1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ K ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞത് എന്താണ്? ഒരു എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ എന്താ വരിക? കെ എക്സ് ഡാഷ് എന്ന് വരും. എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് വരുന്നത് F1 ആണ്. F1ൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ F1 ഡാഷ്. സോ K1 ഇൻറ്റു F1 ഡാഷ് ഓഫ് എക്സ് പ്ലസ് K2 ഇൻറ്റു F2 ഡാഷ് ഓഫ് എക്സ് പ്ലസ് Kn ഇൻറ്റു Fn ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇനി അടുത്ത എന്ത് വരും? സെക്കൻഡ് ഡെറിവേറ്റീവ് പറഞ്ഞാൽ K1 ഇൻറ്റു F1 ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് K2 ഇൻറ്റു F2 ഓഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് Kn Fn ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് വരും. അങ്ങനെ ഏത് വരെ? n-1th ഡെറിവേറ്റീവ് വരെ നമ്മൾ കണ്ടെത്തി. ഓക്കെ, ദെൻ ദി കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ഓഫ് ദി അബോവ് സിസ്റ്റം ഓഫ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ വിത്ത് K1, K2 എക്സെട്ര Kn ആസ് അൺനോൺസ്. അതിലിപ്പോൾ നമുക്ക് ഒരു ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടി. ഇതൊരു ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. ഈ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് K1ൻ്റെ വാല്യൂ അറിയില്ല, K1ൻ്റെ വാല്യൂ അറിയില്ല, അതേപോലെ K2ൻ്റെ വാല്യൂ അറിയില്ല, അതേപോലെ എന്തറിയില്ല? Knൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഇതിനൊരു ഡിറ്റർമിനൻ്റ് ആക്കിയിട്ട് എഴുതുമ്പോൾ F1 ഓഫ് എക്സ്, F2 ഓഫ് എക്സ് എക്സെട്ര Fn ഓഫ് എക്സ്. അടുത്ത റോയിൽ നമ്മൾ എന്തെഴുതും? അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് F1 ഡാഷ് ഓഫ് എക്സ്, F2 ഡാഷ് ഓഫ് എക്സ് എക്സെട്ര Fn ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതും. ഇനി അങ്ങനെ n-1th ഡെറിവേറ്റീവ് വരെ നമ്മൾ എഴുതും. ഓക്കെ, then the determinant of the coefficient matrix is the Wronskian of this function. അതായത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് റോൺസ്കിയൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ഇത് റോൺസ്കിയൻ ഓഫ് F1, F2 എക്സെട്ര Fn ആണെന്ന്. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യം സപ്പോസ് ചെയ്തത് എന്താ? റോൺസ്കിയൻ ഓഫ് F1, F2 എക്സെട്ര Fn പറഞ്ഞാൽ നോട്ട് ഐഡൻറ്റിക്കലി 0 ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദി എബോവ് കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് സോ ദി എബോവ് ഹോമോജീനിയസ് സിസ്റ്റം ആസ് ഓൺലി ദി ട്രിവിയൽ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം സപ്പോസ് ചെയ്ത് എന്താ? നോട്ട് ഐഡൻറ്റിക്കലി 0 ആണെന്നാണ് നമ്മൾ
സപ്പോസ് സീറോ അല്ല എന്നാണ് നമുക്ക് സപ്പോസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതൊരു ഹോമോജീനിയസ് ഇക്വേഷനാണ്. ഓക്കെ, ഒരു ഹോമോജീനിയസ് ഇക്വേഷനാണ്. അതേപോലെ എന്താണ്, ഇതിനൊരു ട്രിവിയൽ സൊല്യൂഷനെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം. കോഎഫിഷ്യന്റ് മെട്രിക്സ് K1 K2 എക്സെട്ര Kn എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് സിസ്റ്റം ഹാസ് ഓൺലി ദി ട്രിവിയൽ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, K1 ഈക്വൽ ടു K2 ഈക്വൽ ടു എക്സെട്ര Kn ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക്. അപ്പം നമുക്കറിയാം എന്താ, ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണെങ്കിൽ എന്തായിരിക്കും ആ ഫംഗ്ഷൻ, ആ ഒരു മെട്രിക്സ് എന്തായിരിക്കും, ഇൻവേർട്ടിബിൾ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ, ആ ഒരു മെട്രിക്സ് എന്തായിരിക്കും, ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് റോൺസ്കി എന്ന് പറയുന്നത്, അതായത് റോൺസ്കി എന്ന് പറഞ്ഞത് നോട്ട് ഐഡൻറ്റിക്കലി സീറോ ആണ്. റോൺസ്കി നോട്ട് ഐഡൻറ്റിക്കലി സീറോ എന്ന് പറഞ്ഞാൽ റോൺസ്കിയൻ ഈസ് നോട്ട് ഈക്വൽ ടു സീറോ. റോൺസ്കി എന്ന് പറഞ്ഞാൽ എന്താ, ഡിറ്റർമിനൻറ്റ് ഓഫ് F1 ഓഫ് എക്സ്, F2 ഓഫ് എക്സ് എക്സെട്ര Fn ഓഫ് എക്സ്, അത് നോൺ സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ്, കോഎഫിഷ്യൻറ്റ് മെട്രിക്സ്, അതായത് ഈ ഒരു മെട്രിക്സ് എന്തായിരിക്കും, ഇൻവേർട്ടിബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ, എ എന്ന് പറഞ്ഞ മെട്രിക്സ് n/n മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറഞ്ഞൊരു n/n മെട്രിക്സ് ആണ്. അതിൽ എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ, എ ഈസ് ഇൻവേർട്ടിബിൾ ദെൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇക്വാലൻസ് സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ പഠിച്ചിട്ടൊരു തിയറം പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ്, പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി സാറ് പഠിപ്പിക്കും കേട്ടോ. എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ AX ഈക്വൽ ടു 0, അതായത് എ എന്ന് പറഞ്ഞാൽ ഒരു എക്കൊരു ട്രിവിയൽ സൊല്യൂഷനാണ് ഉണ്ടാവുക എന്നുള്ളൊരു തിയറം ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് തിയറം പറഞ്ഞത്, എ എന്ന് പറഞ്ഞത് ഒരു n/n മെട്രിക്സ് ആണ്. എ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്കൊരു ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഹോമോജീനിയസ് സിസ്റ്റം ആസ് ഓൺലി ട്രിവിയൽ സൊല്യൂഷൻ. ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, AX ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് K1 ഈക്വൽ ടു K2 ഈക്വൽ ടു എക്സെട്ര Kn ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ K1 K2 എക്സെട്ര Kn ഒക്കെ എന്താ, സ്കേലാറാണ്. അതായത് K1 ഇൻറ്റു F1 പ്ലസ് K2 ഇൻറ്റു F2 പ്ലസ് എക്സെട്ര പ്ലസ് Kn ഇൻറ്റു Fn ഈക്വൽ ടു 0 എന്നാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. ഇതിൽ ഈ സ്കേലാറൊക്കെ 0 ആയി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലീനിയർലി ഇൻഡിപെൻഡൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഫങ്ഷൻസൊക്കെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഡെഫിനേഷൻ വെച്ചിട്ട് ഫംഗ്ഷനൊക്കെ എന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ്. ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. അതായത് റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, റോൺസ്കിയൻ ഓഫ് F1 F2 എക്സെട്ര Fn എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, F1 F2 എക്സെട്ര Fn എന്ന് പറഞ്ഞത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. ആ പ്രൂഫും എന്തായാലും പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് പ്രോബ്ലംസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് റോൺസ്കിയൻ കാണുക എന്നുള്ളത് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. യൂസ് ദി റോൺസ്കിയൻ ടു ഷോ ദാറ്റ് F1 ഈക്വൽ ടു എക്സ് ആൻഡ് F2 ഈക്വൽ ടു സൈൻ എക്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ഇൻ C raised to infinity മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. ദി വെക്റ്റർ സ്പേസ് ഓഫ് ഫങ്ഷൻസ് വിത്ത് ഡെറിവേറ്റീവ്സ് ഓഫ് ഓൾ ഓർഡേഴ്സ്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്, ഷോ ചെയ്യാനാണ് പറഞ്ഞത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. ഏതൊക്കെ, F1ഉം F2ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടാൽ മതി, റോൺസ്കിയൻ ഓഫ് F1 F2 കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ റോൺസ്കിയൻ ഓഫ് F1 F2 ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം, F1 F2 പിന്നെന്താ F1 ഡാഷ് F2 ഡാഷ്. അപ്പോൾ F1 എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്, F2 എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഓക്കെ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റർമിനൻറ്റ് സാധാ ഡിറ്റർമിനൻറ്റ് കാണാൻ അറിയാലോ, എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് 1 ഇൻറ്റു സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് ഐഡൻറ്റിക്കലി 0 ആണോ, ഈ ഫംഗ്ഷൻ 0 അല്ല, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അത് 0 അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, F1 F2 എന്ന് പറയുന്നത് എന്താണ്, F1 F2 എന്ന് പറഞ്ഞത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, F1 F2 പറഞ്ഞത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നോട്ട് ഐഡൻറ്റിക്കലി 0. പിന്നെ നമുക്ക് എന്ത് പറയാം, എക്സ് ഈക്വൽ ടു π/2 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായി മാറും, എക്സ് ഈക്വൽ ടു π/2 ആകുമ്പോൾ
ഇവിടെ കോസ് 0 ആയി മാറും. സൈൻ π/2 പറഞ്ഞാൽ 1 ആയി മാറും. അപ്പോഴും നമുക്ക് എന്താ വരുന്നത്? -1. അപ്പോഴും നമുക്ക് നോൺ സീറോ ആണ് വരുന്നത്. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ ഏത് എക്സ് എടുത്താലും നമ്മളുടെ ഈ -∞ to ∞ ഏത് എക്സ് എടുത്താലും നമ്മളുടെ F1 F2 എന്ന് പറഞ്ഞാൽ എക്സും സൈൻ എക്സും എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം. യൂസ് ദി റോൺസ്കിയൻ. അതും അതേപോലെ തന്നെ F1 e⁻x ഉം F1 e⁻x ഉം F2 e⁻2x ഉം F3 e⁻3x. അത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി C∞, -∞ to ∞ എന്ന് പറഞ്ഞാൽ ആ ഒരു വെക്റ്റർ സ്പേസിൽ നമ്മളുടെ F1 F2 F3 എന്നൊക്കെ പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതിലാദ്യം നമ്മൾ എന്ത് ചെയ്യണം? റോൺസ്കിയൻ ഓഫ് F1 F2 F3. F1 of x ഇവിടെ F2 ആട്ടോ, F2 of x, F3 of x. നമ്മൾ e⁻x, e⁻2x, e⁻3x നമുക്ക് തന്നിട്ടുള്ള ഫങ്ഷൻസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് റോയിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് e⁻xൻ്റെ e⁻x, e⁻2xൻ്റെ 2e⁻2x ആൻഡ് e⁻3xൻ്റെ 3e⁻3x. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റോ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? ഈ സെക്കൻഡ് റോൻ്റെ ഡെറിവേറ്റീവ് ഫൈനൽ റോയിൽ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് റോയിൽ നമ്മൾ എന്ത് എഴുതുക? e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x, 2e⁻2xൻ്റെ ഡെറിവേറ്റീവ് 2 × 2e⁻2x, സോ 4e⁻2x ഇൻറ്റു 3e⁻3xൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 9e⁻3x. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡിറ്റർമിനൻറ്റ് കാണാം. നമ്മൾ ഡിറ്റർമിനൻറ്റ് സാധാരണ നമ്മൾ ഡിറ്റർമിനൻറ്റ് കാണുന്ന രീതിയിൽ തന്നെ കാണാം. അതായത് ഫസ്റ്റ് ഇതും ക്യാൻസൽ ചെയ്തു. സോ എന്തരും? e⁻x ഇൻറ്റു 2e⁻2x ഇൻറ്റു 9e⁻3x മൈനസ് 4e⁻2x ഇൻറ്റു 3e⁻3x. ഓക്കെ, അപ്പോൾ ഇത് വരും മൈനസ് ഫസ്റ്റ് പോസിറ്റീവ്സ് ദെൻ മൈനസ്. പിന്നെ നമ്മൾ അടുത്ത് എന്താ ചെയ്യുന്നത്? സെക്കൻഡ് അപ്പോൾ e⁻2x ഇൻറ്റു e⁻x ഇൻറ്റു 9e⁻3x മൈനസ് 3e⁻3x ഇൻറ്റു e⁻x. ഓക്കെ, ദെൻ അടുത്തത് തേർഡ് e⁻3x ഇൻറ്റു 4e⁻3x മൈനസ് 2e⁻2x. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 6e⁻6x മൈനസ് 6e⁻6x പ്ലസ് 2e⁻6x ദെൻ 2e⁻6x എന്ന് ഫൈനൽ ആൻസർ വരും. 2e⁻6x എന്താണ്? നോൺ സീറോ നമ്പർ. ഓക്കെ, e⁻x എന്ന് പറഞ്ഞത് -∞ നോൺ സീറോ വരിക. പക്ഷെ -∞ എന്ത് ചെയ്യുന്നില്ല? ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓപ്പൺ ഇൻ്റർവെൽ -∞ ആണ്. അപ്പോൾ -∞ എന്ത് ചെയ്യുന്നില്ല? ഇൻക്ലൂഡ് ചെയ്യാത്ത ഇൻ്റർവെല്ലാണ്. സോ -∞ to ∞ ഇടയിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും നമ്മളുടെ റോൺസ്കിയൻ്റെ വാല്യൂ എന്തേ വരുള്ളൂ? നോൺ സീറോയേ വരുള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? e⁻x, e⁻2x, e⁻3x, അതായത് e⁻x, e⁻2x ആൻഡ് e⁻3x ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റോൺസ്കിയൻ കണ്ടെത്തുക. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കണ്ടെത്തുന്നത് നമ്മൾ പറഞ്ഞല്ലോ. റോൺസ്കിയൻ നോൺ സീറോ ആയ ലീനിയർലി എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറും അതേപോലെ പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, താങ്ക് യു.